ഹലോ അങ്ങനെ വൃഷഭ കണ്ടു. ഇത് ഫുൾ റിവ്യൂ ആണ്. പ്രതിവേട്ടനും ഞാനും കണ്ടിട്ട് ഇവിടെ തല പെരുത്ത് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം വെറുതെ പറയുന്നത് തല വരുന്നൊക്കെ, കാരണം അരമണിക്കൂർ കൂർക്കം വലിയായിരുന്നേ. തിയേറ്ററിൽ 5 പേരെ ഉള്ളായിരുന്നു. അതിനകത്ത് ഒരാളുടെ നിന്ന് കൂർക്കം വലിക്കാൻ ഭയങ്കര ബോറായിരുന്നത്. എന്നാലും നമ്മളങ്ങ് സഹിച്ചു അത്. അല്ല, എങ്ങനെ കൂർക്കം വലിക്കായിരിക്കും? അല്ല, സത്യവാദം ആരായാലും ശരിക്കും ഉറങ്ങാൻ പറ്റുന്ന ഒരു മൂഡാണ് ആ ഫിലിമിൽ ടോട്ടലി കിട്ടിയത്. നന്ദകിഷോർ റൈറ്റർ, ഡയറക്ടർ, തെലുങ്ക് ഡയറക്ടർ. നമ്മൾ ജനതാ ഗ്യാരേജ് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ഒരു പടം ഒക്കെ പ്രതീക്ഷിച്ചാണ്. തെലുങ്കിൽ ആ പടം കിടിലമായിരുന്നല്ലോ. അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ പടം? ഞാനൊരു തെലുങ്ക് ഫിലിം എന്നുള്ള ഒരു മൂഡിലിരുന്നാണ് കാണാൻ ശ്രമിച്ചത്, ഒരു മലയാളം സിനിമ എന്നുള്ള രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ ആ ഒരു രീതിയിൽ അങ്ങനെ കണ്ടുള്ളൂ. പക്ഷേ ത്രൂ ഔട്ട് തെലുങ്കെന്നല്ല പറയേണ്ടത്. നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുമ്പം ചിലർ ചിലപ്പം കമൻറ്റ് ചെയ്യും, അതായത് കൊട്ടാരക്കര ശ്രീഭദ്ര നൃത്തവേദി എന്ന് പറഞ്ഞൊരു വലിയ ബാലെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ബാലെ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അറിയാതെ അതിനകത്ത് ആയിപ്പോവും. കാരണം ബാല എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഡയലോഗ് അല്ലല്ലോ, പ്രോംപ്റ്റ് ചെയ്തിട്ട് വരുന്ന സംഭവമല്ലേ. അതൊക്കെ എത്രയോ മേലെയാണെന്നുള്ളതാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത് ഈ സിനിമ കണ്ടപ്പോൾ. കാരണം ഒരു ബാലയുടെ ഒരു സംഭവം ഒരു സൈഡിൽ, പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ കലാനിലയം കലാനിലയം എന്ന് പറഞ്ഞൊരു നാടക സമിതി ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ 40 വർഷം മുന്നെയൊക്കെ സ്റ്റേജിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സീൻ വരെ കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഡ്രമാറ്റിക് സംഭവമാണ് ഇവരിപ്പോൾ ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ആക്ടേഴ്സിനെ കുറിച്ചും ഒരു പൈസയുടെ ആക്ടിങ് ഇല്ല, ഈവൻ മോഹൻലാൽ അടക്കം. മോഹൻലാലിന്റെ മലയാളത്തിൽ ഇത് റൈറ്റ്സ് മോഹൻലാൽ വാങ്ങിച്ചു, ആശീർവാദ് സിനിമാസ്. പക്ഷെ മോഹൻലാലിന്റെ സൗണ്ട് മലയാളത്തിലല്ലാതെ ഈ പടത്തിനകത്ത് മ്യൂസിക് ആണെങ്കിലും ഇതിനകത്ത് ഒന്നും. നന്ദകിഷോറിനെ കുറിച്ച് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഇതുവരെ ആളെ കുറിച്ച് ഞങ്ങൾ ഒരു പടങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ട് 4-5 പടമുണ്ട്, പക്ഷെ എല്ലാം തെലുങ്കിലായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം കേൾക്കണം. റൈറ്റിംഗും അദ്ദേഹം തന്നെയാണ്. പക്ഷേ അട്ടർ ഫ്ലോപ്പ് എന്നേ പറയാനുള്ളൂ. അട്ടർ ഫ്ലോപ്പ് അല്ല, വെറും കാട്ടവരാതെന്ന് പറയാലോ. ഇനി ഞങ്ങളിപ്പോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന മൊത്തം 5 പേരല്ലേ ഉള്ളൂ. ആ തമിഴ് ഫാമിലി. അവരോട് ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് തമിഴിലാണ് മറുപടി പറയുന്നത്, ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് ആണ്. വേറൊരു മലയാളം ഒരു തമിഴ് മൂവി വിട്ടിട്ടാണ് ഇത് കണ്ടത്. ഒരു സിനിമയുടെ പേര് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് മോഹൻലാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിൽ ഇറങ്ങി മോഹൻലാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിന്നാൽ ഒരു പക്ഷേ ജനം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സത്യം, അത്ര മാത്രം ജനം വെറുക്കുന്ന സീനുകളാണ് അതിനകത്ത് കാണുന്നത്. മൊത്തം ജനം വെറുക്കുന്ന സീനുകൾ. മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ദിലീപ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവർക്കൊരു നിലവാരമുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്ന, മലയാളികൾ കാണുന്ന ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിന് താഴേക്ക് പോകുന്നൊരു സ്ക്രിപ്റ്റാണെന്ന് കണ്ടാൽ എത്ര കോടി തന്നാലും ആ സിനിമ ചെയ്യാൻ പോരുത്. ഇനി ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നാട്ടിൽ എത്രയോ വീടും കൂടും ഇല്ലാത്ത ജനങ്ങളുണ്ട്. അതിനകത്തുനിന്ന് കുറേശ്ശെ പൈസ എടുത്തിട്ട് ഒരു 5 ലക്ഷം മുടക്കി ഒരു ചെറിയ വീട് അവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ദയവായിട്ട് ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, മോഹൻലാലിനെ പോലുള്ളവരും ഇറങ്ങരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു നായികയെ കാണിക്കുന്നുണ്ട്, അതിനൊരു ഒന്നുമില്ല, ഒരു എക്സ്പ്രഷനോ ഒന്നും അതിന്റെ മുഖത്ത് വരുന്നില്ല. കഥ എന്തുവാ? കഥ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്തൊക്കെയോ കുറച്ച് ഒരു പുനർജന്മമാണ് കഥ. ഈ പുനർജന്മം വെച്ചാൽ മോഹൻലാൽ ഒരു പണ്ടത്തെ രാജാവാണ്. രാജാവിന്റെ ഒരു അബദ്ധം പറ്റുന്നു, അതിനകത്ത് അവരുടെ കുഞ്ഞ് മരിക്കുന്നു. അവളുടെ അപ്പൊ കുഞ്ഞിന്റെ അമ്മ ഇയാളെ ശപിക്കുന്നു. ഓക്കെ, അതൊക്കെ ശരി, ക്രിയേറ്റ് ചെയ്തൊരു സംഭവം. അത് പുനർജന്മം ഇതൊക്കെ പറയുന്നുണ്ട്. ഇവന്റെ മോനായിട്ട് അഭിനയിച്ച് ഒരു ഡയറക്ടറിന്റെ മോനാണ്. അവന്റെ അഭിനയം എങ്ങനെയുണ്ട്? അവന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു പഴയ റഹ്മാൻ ഓർമ്മ വന്നു. നമ്മുടെ അതായത് രോഹിണിയായിട്ടുള്ള കുറെ നമ്മൾ തമിഴ് സിനിമയിലേക്ക് അവന്റെ പ്രസന്റേഷൻ ഒക്കെ കണ്ടപ്പോൾ ഞാനൊരു റഹ്മാനെ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ലൈൻ കാരണം നല്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ആ സ്റ്റൈലും ഭാവമൊക്കെ അങ്ങ് മാറിപ്പോയി. നമുക്ക് ആ പ്രതീക്ഷ ഒട്ടുമില്ലാതെ. റഹ്മാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എത്രയോ നല്ല ലെവലിൽ ചെയ്ത ഒരാളാണ്. എക്സാക്ട്ലി. ഇതേ പറയാനുള്ളൂ, ദയവായിട്ട് സിനിമയെക്കുറിച്ച് മോശമാണെന്ന് പറയാനില്ല, ഒരു പോയിന്റ് പോലും പറയാനകത്ത് ഇല്ലാത്തൊരു ഒരു നിമിഷം പോലും നമുക്ക് ആ പടത്തിനെ കുറിച്ച് ഓർമ്മിച്ച് വെക്കാനോ ഒരു മൊമെന്റോ ഒന്നുമില്ല. പ്ലസ് ഈവൻ മോഹൻലാലിന്റെ പോലും ഒരു സീൻ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീൻ ഇല്ല. വൺ ഓഫ് ദ വേർസ്റ്റ് മൂവി ഓഫ് മോഹൻലാൽ തന്നെ പറയണം. അതും എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ അവരെന്ത് കാണിച്ചാലും ജനങ്ങൾ പോയി കാണുമെന്നൊരു വിചാരം അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഈ മറ്റേ ബബ്ബബേല ഉണ്ടില്ലേ, ബബ്ബബേല ആയിക്കോട്ടെ,
ഒന്നുകിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമയം വളരെ മോശമായിരിക്കും. കാരണം ഇല്ലെങ്കിൽ ഇതിനകത്തൊക്കെ പോയി ഡേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പോയി തല ആരെങ്കിലും വെച്ച് കൊടുക്കുമോ? ആ തമിഴ് ഫാമിലി പറഞ്ഞതാ, ഇദ്ദേഹം എന്തിനാണോ ഇതിനൊക്കെ പോയി തല വെച്ച് കൊടുക്കുന്നത്. സത്യം അവർ പറഞ്ഞ ഡയലോഗ്. ബിക്കോസ് ഒരു വർഷത്തിൽ ആദ്യത്തുള്ള 2-3 സിനിമകൾ നന്നായിട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി എന്തിനു കൊണ്ടുപോയി തലവെക്കുന്നുള്ളതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അത് തന്നെയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ഇതൊരു ഉള്ള കാര്യങ്ങൾ ഞങ്ങളങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആരെയും ആക്ഷേപിക്കാനോ ഒന്നുമല്ല. അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ പടങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ലാലേട്ടനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഇവരൊക്കെ പടം കാണാൻ പോകുന്നത്. ബിക്കോസ് വർഷത്തിലും 2-3 പടങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ പടങ്ങൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരിനി റിട്ടയർ ആവാൻ സമയമായോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? തീർച്ചയായും. കാരണം ഇപ്പോൾ അമിതാഭ് ബച്ചൻ അയാൾ കോളേജ് കുമാരൻ തൊട്ട് എല്ലാ വേഷങ്ങളും ചെയ്തു. പക്ഷേ ഇന്ന് അദ്ദേഹം ചെയ്യുന്ന വേഷം എന്താണ്? ഏതെങ്കിലും ഒരു സിനിമയിൽ 5 minutes or 10 minutes ഉള്ള ഒരു സംഭവം ചെയ്തിട്ട് എക്സാക്ട്ലി ഗസ്റ്റ് റോളോ ക്യാമിയോ അതും ഒരു അച്ഛനോ ഇവരിനി റിട്ടയർ ആവാൻ സമയമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾ റിട്ടയർ ചെയ്യണമെന്ന് പറയുന്നില്ല. അമിതാഭ് ബച്ചൻ സ്വീകരിച്ച് അതേ ഒരു പാതയിലേക്ക് നിങ്ങൾ പോവുക. ഒരു ചെറിയ വേഷങ്ങൾ, എന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനകത്തുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുക അവസാനം വരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എക്സാക്ട്ലി. ഇനി ഇതേപോലുള്ള ജെന്യുവിൻ റിവ്യൂ ആയിട്ട് ഞാനും പ്രതിഭേട്ടനും വരുന്നതായിരിക്കും. ഈ പടത്തിന് 5 ഞാൻ റേറ്റിംഗ് പ്രതിഭേട്ടം ചെയ്യാറില്ല, ഞാനാണ് ചെയ്യുന്നത്. ഈ പടത്തിന് 5 -1 കൊടുക്കുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അരമണിക്കൂർ ഉറങ്ങിപ്പോയി ഞാൻ. അപ്പോൾ ഇതേപോലെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.